നമസ്കാരം, എല്ലാവർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ SCERTയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനവും രാസപ്രവർത്തന വേഗവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ PSC റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. പിന്നെ കൂടുതലായിട്ടും ഈ ഒരു ഇതിൽ രാസപരിവർത്തനം എങ്ങനെയാണ്, രാസസമീകരണം, ആ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിൾ എന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നോക്കാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ്, നമുക്ക് ചുറ്റും ധാരാളം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇവയിൽ ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും ഉൾപ്പെടുന്നു. രാസമാറ്റം നടക്കുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതാണ് അല്ലേ, ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കണം. ഇനി ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന രണ്ട് സന്ദർഭങ്ങളിൽ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മാസുകൾ സംബന്ധിച്ച് ഒരു പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇവിടെ അഭികാരങ്ങൾ എത്രയുണ്ട്, ഉൽപ്പന്നങ്ങൾ എത്രയുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 ഗ്രാമും ക്ലോറിൻ്റെ 71 ഗ്രാമും ചേർക്കുമ്പോൾ 73 ഗ്രാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അഭികാരങ്ങളുടെ മാസം ഉൽപ്പന്നത്തിൻ്റെ മാസം എന്താണ്, ഈക്വൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനുമായി പ്രവർത്തനത്തിലേർപ്പെട്ട് ജലമുണ്ടാകുന്ന രണ്ട് സന്ദർഭങ്ങളിൽ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മാസുകൾ സംബന്ധിച്ച് ഒരു പട്ടിക താഴെ കൊടുക്കുന്നു. ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ ഓക്സിജൻ 2ഉം 16ഉം 18, 32ഉം 4ഉം 36 അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ആൻഡോയിൻ ലാവോസിയെ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. എന്തൊക്കെയാണ് ഈ ആൻഡോയിൻ ലാവോസിയെ പറ്റിയിട്ടുള്ളത്? ഒരു 4 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് ഒന്നാമത്തേത്, ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. പിന്നെയോ, ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തി. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തി. അപ്പോൾ ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. പിന്നെ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടെത്തി. പിന്നെ നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം കണ്ടെത്തി. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അവസാനത്തെ പോയിന്റ് ഇതാണ്, ഓക്സിജനും ഹൈഡ്രജനും പേരുകൾ നൽകി. എന്താണ്, ഓക്സിജനും ഹൈഡ്രജനും പേരുകൾ നൽകി. ഇപ്പോൾ ഈ 4 പോയിന്റ് ആൻഡോയിൻ ലാവോസിയെ ആയിട്ട് ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാണ്, ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. 4 ഇത് നമ്മളോട് തന്നിട്ട് ശരി ഏത്, അല്ലെങ്കിൽ ഇത് വരാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഏതിനായിരുന്നു, മെയിൻസിന് ഒരു തവണ ചോദിച്ച പോലെ ഇത് തന്നിട്ട് ഇത് ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തി. പിന്നെ നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി. പിന്നെ ഓക്സിജനും ഹൈഡ്രജനും പേരുകൾ നൽകി. ഓക്കെ, ഇനി ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതാണ് മാസ് സംരക്ഷണ നിയമം. എന്താണ് അപ്പോൾ മാസ് സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതിനെയാണ് മാസ് സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയും. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയും. ഈ മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൻഡോയിൻ ലാവോസിയാണ്. ആരാണ്? ആൻഡോയിൻ ലാവോസിയാണ് കേട്ടോ. ഇത് പ്രസ്താവിച്ചത് ആൻഡോയിൻ ലാവോസിയ എന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് അഭികാരങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമായിരിക്കും. എന്താണ് അഭികാരം, എന്താണ് ഉൽപ്പന്നം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ ബേസ് മുതൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ, അഭികാരം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ അഭികാരം വരുമ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ളൊരു ഇത് നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ എന്താണ് മാസ് സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അതാണ് മാസ് സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൻഡോയിൻ ലാവോസിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിലെ ഓരോ മൂലകത്തിൻ്റെയും അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെയും ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെയും എണ്ണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ രാസസമീകരണം എന്ന് പറഞ്ഞിട്ട്
എന്താണ് മഗ്നീഷ്യം കത്തിക്കുന്ന കാര്യമാണ്. മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? മഗ്നീഷ്യം കത്തിക്കുമ്പോൾ നമുക്കറിയാം നല്ലപോലെ ലൈറ്റ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൻ്റെ ആ കത്തിയത് എന്തായി മാറും? ഒരു വെളുത്ത പൊടിയായിട്ടാണ് മാറുന്നത്. അതാണ് മഗ്നീഷ്യം ഓക്സൈഡ്. നോക്കിയേ, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ മഗ്നീഷ്യം ഓക്സൈഡ്. അത് ഈക്വലൈസ് ചെയ്തതാണ് പിന്നെ ഇവിടെ കാണുന്നത്. നോക്കാം, എന്താണ് രാസസമീകരണം എന്ന് പറയുന്നത്? ഒരു രാസസമവാക്യത്തിലെ അഭികാരക ഭാഗത്തെയും, അഭികാരകം എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുന്ന അല്ലേ, റിയാക്റ്റൻസ് എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത്, അഭികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ, ഉൽപ്പന്നം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതാണ് രാസസമീകരണം അല്ലേ. നമ്മളിപ്പം എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ ഹൈഡ്രജൻ എത്രണ്ണമുണ്ട്, ഓക്സിജൻ. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ അഭികാരങ്ങളുടെ സ്ഥലത്തും പ്രൊഡക്ട്സിൻ്റെ സ്ഥലത്തും എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ രാസസമീകരണം എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിൾസ് വരെ പഠിച്ചതായിരുന്നു അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കി, എന്താണ് രാസസമീകരണം? ഒരു രാസസമവാക്യത്തിലെ അഭികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമായി എഴുതുന്നതാണ് രാസസമീകരണം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഹൈഡ്രജനും ഓക്സിജനും H2 + O2 gives H2O. അത് എങ്ങനെ നമുക്ക് രാസസമീകരണം നടത്താൻ സാധിക്കും? ഇവിടെ എത്ര ഉണ്ട്? ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്, ഓക്സിജനോ ഓക്സിജൻ 1 ഉള്ളൂ. അപ്പോൾ നമുക്കത് 2 ആക്കാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്തു? പ്രൊഡക്റ്റിൻ്റെ Hൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്തു. അവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ ഹൈഡ്രജൻ എന്തായി? 4 ആയി, 2 × 2 4 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും ഒരു 2 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, കണ്ടോ? ഇങ്ങനെ നമുക്ക് സമീകരിക്കാൻ സാധിക്കും. ഇതൊക്കെ അങ്ങനെ സമീകരിക്കാനുള്ള കുറച്ച് ബാലൻസ്ഡ് ആണോ, ബാലൻസ്ഡ് അല്ലെങ്കിൽ എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അത്ര നമ്മൾ പഠിക്കുന്നില്ല ഇപ്പോൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓക്സീകരണവും നിരോക്സീകരണവും, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആണ്. എന്താണ് ഓക്സീകരണം? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തെ നമ്മൾ നിരോക്സീകാരി എന്നാണ് പറയുന്നത്. അപ്പോൾ മാറിപ്പോരുത്. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്, റിഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം ഓക്സീകരണവും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ നഷ്ടപ്പെടുന്ന ആറ്റത്തെ വിളിക്കുന്നത്. നോക്കി, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം നിരോക്സീകാരിയും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സീകാരിയുമാണ്. അപ്പോൾ നേരെ തിരിഞ്ഞു പോകണം കേട്ടോ. അതായത് ഓക്സീകരണം നടത്തുന്നത് നിരോക്സീകാരിയും നിരോക്സീകരണം ആരാണ്? അത് ഓക്സീകാരിയുമാണ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഓക്സീകരണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം എന്ന് പറയുന്നത് നിരോക്സീകാരിയാണ്. ഇനി ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണെങ്കിൽ നിരോക്സീകരണവും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റമാണെങ്കിൽ ഓക്സീകാരിയുമാണ്. ഇത് നോക്കി, ഇവിടെ എങ്ങനെയാണ് ഓക്സീകാരി നിരോക്സീകാരി ആരാണ് അതൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരിതാണ്. നോക്കിയേ, Mg+F2 ഫ്ലൂറിനാണ്, MgF2. ഓക്സീകരണം സംഭവിച്ച ആറ്റം ഇതിൽ ഏതാണ്? അതായത് ഓക്സീകരണം എന്ന് വെച്ചാൽ എന്താണ്? നഷ്ടപ്പെടുത്തുന്നത്. Mg ആർക്കാണ് കൊടുക്കുന്നത്? Mgയുടെ നമ്മൾ എന്താണ് ഇലക്ട്രോൺ വിന്യാസം കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, അതാണ് ഇവിടെ നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇവിടെ നോക്കേ, മഗ്നീഷ്യവും ക്ലോറിൻ നോക്കുവാണെങ്കിൽ മഗ്നീഷ്യം Mg എന്ന് പറയുന്നത് Mgയുടെ 11 ക്ലോറിൻ്റെ 17 ആറ്റോമിക് നമ്പർ അല്ലേ. അപ്പോൾ Mg എന്ന് പറയുമ്പോൾ നമ്മൾ 282 എന്ന് പറയും. ക്ലോറിൻ ആണെങ്കിൽ 287 എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ ലാസ്റ്റ് ഉള്ളത് എന്താവണം? 8 ആവണം, എന്നാലാണ് ഇവർക്ക് സ്ഥിരത ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഉള്ളത് 8 ആവാൻ വേണ്ടിയിട്ട് ഇവിടെ മഗ്നീഷ്യം എന്ത് ചെയ്യും? മഗ്നീഷ്യത്തിൻ്റെ 2 ഇവിടേക്ക് കൊടുക്കും. പക്ഷേ ക്ലോറിൻ ആകെ 1 ആവശ്യമുള്ളൂ. അപ്പോൾ മഗ്നീഷ്യം പറയും ഒരു ക്ലോറിനും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ക്ലോറിൻ 288 എന്നാവും. മഗ്നീഷ്യം
2,8 ആവും. മഗ്നീഷ്യം എന്താവും? 2,8 ആവും. ഇവിടെ മഗ്നീഷ്യം എന്ത് ചെയ്യുകയാണ്? മഗ്നീഷ്യം വിട്ടു കൊടുക്കുകയാണ് അല്ലേ, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആ പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയും? ഓക്സീകരണം എന്നാണ് പറയുന്നത്. ഇനി ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഈ ആറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു വെച്ചാൽ നിരോക്സീകാരി. അപ്പോൾ ഇവിടെ മഗ്നീഷ്യം എന്ന് പറയുന്ന നിരോക്സീകാരിയും ക്ലോറിൻ എന്ന് പറയുന്നത് ആരാണ്? ഓക്സീകാരിയുമാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതും അതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ഇനി എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. എത്രയാണോ ചാർജ്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. കൂടുകയാണെങ്കിൽ ഓക്സീകരണവും, കുറയുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തെ എന്ത് വിളിക്കുന്നു? നിരോക്സീകരണം എന്ന് വിളിക്കുന്നു. ഇനി ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്ന വിധം. ഓക്കെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1, K+1, Na+1, Ca+2, Al+3, F-1, F അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ അതൊക്കെ മൈനസിലാട്ടോ മിക്കവാറും വരിക. ക്ലോറിൻ -1, പിന്നെ O ഓക്സിജൻ -2, അയഡിൻ -1. ഇനി ഇത് ഓക്സിഡേഷൻ നമ്പർ. ഇനി എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പിന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, H2SO4ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമുക്കിവിടെ ഹൈഡ്രജൻ്റെ അറിയാം +1 ആണ് അല്ലേ, പിന്നെ ഓക്സിജൻ്റെ അറിയാം -2 ആണ്. അപ്പോൾ സൾഫറിൻ്റെ നമ്മൾ X എന്ന രീതിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കി, അപ്പോൾ ഇത് നേരെ അങ്ങനെ തന്നെ എഴുതുവാണ്. ഹൈഡ്രജൻ +1, അപ്പോൾ 2 × +1, പിന്നെ എസിൻ്റെ സ്ഥാനത്ത് X കൊടുക്കുന്നു, ഓക്സിജൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? 4 × -2 അല്ലേ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് =0 ആയിരിക്കണം. അതായത് മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താ? 0 ആണ്. മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടാൻ പാകത്തിന് ചെയ്യുമ്പോൾ നമുക്ക് X സൾഫറിൻ്റെ എന്ത് കിട്ടും? +6 എന്ന് കിട്ടും. എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം H2SO4ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അത് +6 ആണ്. ഇനി അതുപോലെ തന്നെ KMnO4ൽ Mnൻ്റെ കണ്ടുപിടിക്കുന്നതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് റിഡോക്സ് പ്രവർത്തനം അഥവാ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് അറിയപ്പെടുന്നതാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനം ഒരേ സമയം തന്നെ നടക്കുന്നു. അവ രണ്ടും ചേർന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് അറിയപ്പെടുന്നതാണ് റിഡോക്സ് പ്രവർത്തനം അഥവാ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവും സംഭവിക്കുന്നു അല്ലേ, നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. അതായത് എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിന് ഓക്സീകരണം എന്നും ആ നഷ്ടപ്പെടുന്ന ആറ്റം എന്ന് പറയുന്ന നിരോക്സീകാരിയുമാണ് അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകാരിക്ക് നിരോക്സീകരണവും നിരോക്സീകാരിക്ക് ഓക്സീകരണവും സംഭവിക്കുന്നു. അടുത്തത് രാസപ്രവർത്തന വേഗം. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അഭികാരങ്ങളുടെ സ്വഭാവവും രാസപ്രവർത്തന വേഗവും. നമുക്ക് ആ പോയിന്റ് മാത്രം 5 ഉണ്ട്. ഏതൊക്കെയാണ്? അഭികാരങ്ങളുടെ സ്വഭാവം, പിന്നെ ഉള്ളത് ഗാഢത. ഒന്നാമത്തെ അഭികാരങ്ങളുടെ സ്വഭാവവും പിന്നെ ഗാഢത. അടുത്തത് ഏതാണ്? ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്. ഓരോ നമുക്ക് നോക്കാട്ടോ. ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്, പിന്നെ അടുത്തത് താപനില, അവസാനത്തേത് ഉൽപ്രേരകം. ഏതാണ്? ഉൽപ്രേരകം. ഇങ്ങനെ 5 എണ്ണമാണ് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം.
ഒന്നാമത്തേത് അഭികാരങ്ങളുടെ സ്വഭാവവും രാസപ്രവർത്തന വേഗവും. അഭികാരങ്ങളുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നോക്കി, എന്താണ്? രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അഭികാരങ്ങളുടെ സ്വഭാവം. അഭികാരം എന്ന് പറയുന്നത് റിയാക്റ്റൻസിൻ്റെ സ്വഭാവം. റിയാക്റ്റൻസ് ഇവിടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സിങ്ക് മഗ്നീഷ്യം എന്നീ ലോഹങ്ങൾ ഒരുപോലെ ഇട്ടിട്ട് ഏതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്? ഏതാണ്? മഗ്നീഷ്യമാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റിയാക്റ്റൻസ് ഏതാണ്, എത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ഏതാണ്? അഭികാരങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഗാഢത എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒന്നിൽ ഗാഢതയുള്ള അതായത് നല്ല മാസമുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്. നോക്കിയാൽ ഒന്നിൽ ഗാഢ ഹൈഡ്രോക്ലോറിക്കും മറ്റതിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സെയിം മഗ്നീഷ്യം ഇടുകയാണെങ്കിൽ ഏതായിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്? ഗാഢതയിലുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, മഗ്നീഷ്യ റിബൺ ഇട്ടപ്പോൾ ഗാഢതയിലുള്ളതാണ് പെട്ടെന്ന് കൂടുതൽ റിയാക്ട് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്. അഭികാരങ്ങളുടെ ഗാഢത കൂടുന്തോറും യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണവും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണവും കൂടുന്നു. തൽഫലമായി രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ അഭികാരങ്ങളുടെ സ്വഭാവം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ രണ്ടാമത്തെ ഗാഢത കൂടുതലാണെങ്കിൽ കൂടുതൽ റിയാക്റ്റൻസ്, ഓക്കെ, റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. എന്താണ് കൊളീഷൻ സിദ്ധാന്തം എന്ന് പറയുന്നത്? നോക്കാം. ഒരു സിദ്ധാന്ത പ്രകാരം രാസപ്രവർത്തനം നടക്കണമെങ്കിൽ അഭികാരക കണികകൾ പരസ്പരം കൂട്ടിമുട്ടേണ്ടതുണ്ട്. അഭികാരക കണികകൾ തമ്മിലുള്ള എല്ലാ കൂട്ടിമുട്ടലുകളും രാസപ്രവർത്തനത്തിൽ കലാശിക്കണമെന്നുമില്ല. കണികകൾക്ക് ഒരു നിശ്ചിത അളവിലും കൂടുതൽ ഊർജമുണ്ടെങ്കിലേ ഫലവത്തായ കൂട്ടിമുട്ടലുകൾ നടന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകൂ. തന്മാത്രകളുടെ എണ്ണം കൂടുന്നതും ഊർജം കൂടുന്നതും നിശ്ചിത സമയത്തിനുള്ളിലെ ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നു. അപ്പോൾ കൂട്ടിമുട്ടലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലേ, അങ്ങനെ ഓർത്താൽ മതി. അതാണ് ഏതിൽ വരുന്നത്? കൊളീഷൻ സിദ്ധാന്തത്തിൽ വരുന്നത്. കൊളീഷൻ സിദ്ധാന്തം. അടുത്തത് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയ? രാസപ്രവർത്തന വേഗത്തെ പറ്റിയ. അതിൽ അഭികാരങ്ങളുടെ സ്വഭാവം കണ്ടു, ഗാഢത കണ്ടു. അടുത്തതാണ് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്. നോക്കി, ഇവിടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 എടുക്കുന്നു. ഒരെണ്ണത്തിൽ മാർബിളിൻ്റെ ഒരു കഷണവും ഒരെണ്ണത്തിൽ മാർബിൾ പൊടിച്ചതും ഇടുന്നു. പെട്ടെന്ന് ഏതിലായിരിക്കും ഏറ്റവും പ്രവർത്തന വേഗത്തിൽ റിയാക്ഷൻ ഉണ്ടാകുന്നത്? ഏതിലായിരിക്കും? ഈ മാർബിൾ പൊടിച്ചതിലായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ, പൊടി ഉപയോഗിക്കുമ്പോൾ. അതാണ് പറയുന്നത്. എന്താ പറയുന്നത് നോക്കി, ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനത്തിൽ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതല പരപ്പളവ് അഥവാ സർഫേസ് ഏരിയ. ഖരപദാർത്ഥങ്ങളെ ചെറു കഷണങ്ങളാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ പൊടിച്ചുപയോഗിക്കുമ്പോൾ അവയുടെ പ്രതല പരപ്പളവ് കൂടുന്നു. തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണവും കൂടുന്നു. അപ്പോൾ അത് പൊടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രതല പരപ്പളവ് കൂടുന്നു. അതോടൊപ്പം തന്നെ തന്മാത്രകളുടെ എണ്ണവും കൂടുന്നു. അതിനാൽ രാസപ്രവർത്തന വേഗവും കൂടുന്നു. ഓക്കെ, അടുത്തത് താപനിലയും രാസപ്രവർത്തന വേഗവും. ഇതിൽ വരുന്നതാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. നോക്കി, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവിൽ എന്താവശ്യമാണ്? ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് നമ്മൾ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇനി താപനിലയിൽ എന്താ പറയുന്നത്? താപനില കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ത്രഷോൾഡ് എനർജിയിൽ ഉള്ള തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ താപനില എന്ന് പറയുമ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, താപനില രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. അഞ്ചാമത്തേതാണ് ഉൽപ്രേരകം. എന്താ ഉൽപ്രേരകം എന്ന് പറയുന്നത്?
സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകം എന്ന് പറയുന്നത്. നോക്കി, സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓർത്തു വയ്ക്കണേ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ എന്തെങ്കിലും പോകുമ്പോൾ അവർ അടിച്ചു തരില്ല, ഒരു നീറ്റലൊക്കെ ഉണ്ടാകുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊന്ന് ഓർത്തു വച്ചേക്കാം കേട്ടോ. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? ഉൽപ്രേരകം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് ഈ രാസപ്രവർത്തനത്തിൽ വേഗം വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകമായാണ് പ്രവർത്തിച്ചത്. അപ്പം രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? പോസിറ്റീവ് ഉൽപ്രേരകം എന്ന് പറയുന്നു, പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നു. ഇനി രാസപ്രവർത്തന വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറയുന്നു. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ അല്പം ഫോസ്ഫറിക് ആസിഡ് ചേർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ വിഘടന വേഗത കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ രാസപ്രവർത്തന വേഗത കുറയ്ക്കാൻ സഹായിക്കുന്ന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഉൽപ്രേരകമെന്നും, രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണെങ്കിൽ അതിനെ പോസിറ്റീവ് ഉൽപ്രേരകമെന്നും പറയുന്നു. കിട്ടിയല്ലോ? അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് ജലവും ഓക്സിജനും ഉണ്ടാകുന്ന ആ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഈ ഫോസ്ഫറിക് ആസിഡാണ്. കിട്ടിയോ? ഇനി എന്താണ് എൻസൈമുകൾ? ജീവശാസ്ത്രപരമായ ഉൽപ്രേരകം, ബയോ കാറ്റലിസ്റ്റ്. ഒന്ന് വായിച്ചു നോക്കാം. ജീവകോശങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങളാണ്. ഈ രാസപ്രവർത്തനങ്ങളാണ് ജീവൻ നിലനിർത്തുന്നത്. ഇവയുടെ പ്രവർത്തനം എൻസൈമുകൾ എന്നറിയപ്പെടുന്ന സങ്കീർണ മാംസ്യ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അമിലേസ് എന്ന എൻസൈമാണ് അന്നജത്തെ എന്താക്കി മാറ്റുന്നത്? മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. ഉമ്മിനീരിലാണ് അമിലേസ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ? ഇത് ഓർത്തു വയ്ക്കണം കേട്ടോ. അതായത് എന്താണ് ജീവശാസ്ത്രപരമായ ഉൽപ്രേരകം ഏതാണ്? എൻസൈമുകളാണ്. ഓക്കെ, ഇനി അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമിലേസ് ആണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് എന്തായാലും വായിച്ച് നോക്കണം കേട്ടോ. ഓരോ ക്ലാസ് കണ്ടിട്ടും അപ്പോൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടൂല എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടെക്സ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ടെക്സ്റ്റ് വായിക്കാനും ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തപ്പി പിടിക്കാനും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്